എൻ്റെ അപ്പൂപ്പൻ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള കാട് വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് വാക്കത്തി നേരെ നമ്മുടെ പുഴയിൽ ചാടിപ്പോയി. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പുഴയിലെ വെള്ളം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ അപ്പനും എൻ്റെ വല്യപ്പനും കൂടെ കൂടിയിട്ട് ആ വാക്കത്തി തപ്പാൻ പോവുക. അപ്പോൾ നമുക്ക് കാഴ്ചയൊന്ന് കണ്ടാലോ, വാക്കത്തി കിട്ടിയല്ലോ എന്ന് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന സ്ഥലത്തു നിന്നുള്ള കാട് വെട്ടിയപ്പോഴാണ് വാക്കത്തി നേരെ പുഴയിൽ പോയിട്ട്. അന്നേരമൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. എൻ്റെ വല്യപ്പനാണെങ്കിൽ നിങ്ങൾക്ക് കാണാമോ ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നത്, ഇതിൻ്റെ ഇടയിൽ കൂടെ പുള്ളി വരുന്നത്. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ പുഴ വരുന്നത്. ഇപ്പോൾ വെള്ളം ഇറക്കിയതാണ്, പിന്നെ മഴയാണ്ട് നല്ല കലക്കവെള്ളം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കാണാൻ വലിയ സുഖമൊന്നുമില്ല. പിന്നീട് ഞാൻ അടിപൊളി വീഡിയോ എടുത്ത് കാണിച്ചു. വല്യപ്പനെ ആദ്യമാരേക്ക് കാണാത്തവർക്കായിട്ട് ദാണ്ട് ഈ താഴെ നിൽക്കുന്നതാണ് കേട്ടോ ഗൈസ് എൻ്റെ വല്യപ്പൻ. വാക്കത്തി തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതാണെങ്കിൽ ഒരു തേങ്ങ അവിടെ കിട്ടിയിട്ടുണ്ട്. വല്യപ്പൻ പോയിട്ട് വാക്കത്തി കണ്ടുപിടിക്കാത്തതുകൊണ്ട് എൻ്റെ അപ്പ ആണെങ്കിൽ ഇത് താഴത്തേക്ക് ഇറങ്ങിപ്പോൾ വാക്കത്തി കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അപ്പയുടെ ഒരു തോർത്തുണ്ടായിരുന്നു, അതാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചിട്ടാണ് താഴെ പോയിക്കുന്നത്. ഇതേ കണ്ടില്ലേ, രണ്ടുപേരുടെ താഴെ നല്ല ഒന്നൊന്നര തെരച്ചിലാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം വാക്കത്തി തപ്പാൻ പോയി നമുക്ക് ഈ ഒരു തേങ്ങ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, ഈ ഒരു തേങ്ങയാണ് കിട്ടിയത്. വാക്കത്തിയും കാര്യങ്ങളൊന്നും കിട്ടാണ് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.